ട്യൂഷൻ ക്ലാസ് ഇത്രയും പ്രൊഫഷണൽ ആയിരുന്നു എന്ന് ചോദിച്ചാൽ കൂടിപ്പോയ ഒരു ബെഞ്ചും ഡെസ്കും, ബാക്കിയുള്ളവരെല്ലാം ഉള്ള സ്ഥലത്ത്. വീടിൻ്റെ അടുത്തുള്ള നന്നായി പഠിക്കുന്ന ഒരുത്തൻ പോകുന്ന നോക്കിയാൽ ട്യൂഷൻ ക്ലാസ് സെലക്ട് ചെയ്യുക. ചില പ്രത്യേക ആളുകൾ ഉള്ളത് നോക്കിയും ട്യൂഷൻ ക്ലാസ് സെലക്ട് ചെയ്യുന്നവന്മാർ ഉണ്ടായിരുന്നു. ആദ്യത്തെ വളരെ കുറച്ച് ദിവസം എടുക്കുള്ളൂ ട്യൂഷൻ ചേച്ചിയുടെ അടി വാങ്ങുന്ന ബന്ധത്തിലേക്ക് എത്താൻ. അടി മാത്രമല്ല, നല്ല ചീത്ത കേൾക്കും, വീട്ടിലേക്ക് വിളിക്കും, പുറത്തിറക്കി നിർത്തും, നാട്ടുകാരെല്ലാം കാണും. പുറത്തിറക്കി നിർത്തുമ്പോൾ നല്ല കൊതുകിൻ്റെ കടിയും കൊള്ളും. ചില ആൻസർ പേപ്പറൊന്നും ട്യൂഷൻ ക്ലാസ്സിൽ കാണിക്കില്ല. എപ്പോൾ ചോദിച്ചാലും മിസ്സ് നോക്കിക്കഴിഞ്ഞില്ല എന്ന് പറയും. മാർക്ക് കുറവുള്ള ആൻസർ ഷീറ്റായിട്ട് ചെല്ലുമ്പോൾ ചേച്ചിയുടെ വഴക്ക് ഉറപ്പാണ്. ആ വഴക്ക് തീർക്കാൻ പലപ്പോഴും ചേച്ചിയുടെ വീട്ടിലുള്ളവർ വരെ ഇടപെട്ട ചരിത്രമുണ്ട്. ട്യൂഷൻ ചേച്ചിക്ക് വീട്ടിൽ എന്തെങ്കിലും തിരക്കുള്ളപ്പോൾ അല്ലെങ്കിൽ വരാൻ ലേറ്റ് ആവുമ്പോൾ ട്യൂഷൻ ക്ലാസ് മാറി പിന്നെ അവിടെ PT പീരീഡ് ആവും. അടി, ഇടി, കളി, ചിരി, ഓട്ടം, ബഹളം. ബാഗിൽ നിന്ന് ബുക്ക് പോലും പുറത്തെടുത്ത് വെക്കില്ല. ട്യൂഷൻ ക്ലാസ്സിൽ ചാപ്റ്റർ ആദ്യം എടുക്കുന്നതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആൻസർ ഗമയിൽ വിളിച്ചു പറയുമായിരുന്നു. ആ സമയത്ത് ഏത് സംശയത്തിനും ആദ്യത്തെ ഓപ്ഷൻ ട്യൂഷൻ ടീച്ചർ ആയിരിക്കും. സിലബസ് ആയാലും GK ആയാലും. ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുന്നതൊക്കെ കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നെങ്കിലും ഇപ്പോഴും വലിയ ഓർമ്മകളാണ്. കുറേ പേരെങ്കിലും പഠിക്കുന്നതിനോടൊപ്പം ട്യൂഷൻ എടുത്തവരായിരിക്കും. അങ്ങനെ ഒരു ട്യൂഷൻ ചേച്ചിയോ ചേട്ടനോ ഉള്ള ബലത്തിൽ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ എക്സാം ചാടിക്കടന്നവരായിരിക്കും നമ്മളൊക്കെ.